So today we are going to discuss about a new concept, Cohen's Kappa. So എന്താണ് Cohen's Kappa? ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ എൻ്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് Cohen's Kappa കോഎഫിഷ്യന്റ് എന്നൊരു കൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിക്കുകയും അതൊരു റീജിയണൽ ലാംഗ്വേജിൽ അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളൊന്നും ലഭ്യമാകാതെ ഇരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ കരുതി കോഹൻസ് കാപ്പയെ കുറിച്ച് ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്യാമെന്ന്. സോ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം അറിയേണ്ട കുറേയേറെ ടിപ്സുകൾ ഇനി മലയാളത്തില് ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കോഹൻസ് കാപ്പ എന്നൊരു വാക്ക് കേൾക്കാം. ഇതൊരു പുതിയൊരു കൺസെപ്റ്റ് അല്ല, വളരെ പഴയതാണ്. പക്ഷെ ഇന്നും മെഷീൻ ലേണിംഗ്, ഡേറ്റ അനാലിസിസ്, ബിഗ് ഡേറ്റ ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് കോഹൻസ് കാപ്പ. എന്താണ് കോഹൻസ് കാപ്പ? Cohen's kappa is a statistical measure that is used to measure the reliability of two raters who are rating the same quantity and identifies how frequently the raters are in agreement. So, ഇങ്ങനെ വായിച്ചാലും മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ മെഷീൻ ലേണിംഗ് എന്നൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ക്ലാസ് എടുക്കുന്നില്ല, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, അതായത് നമ്മൾ സിസ്റ്റത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന ഇൻപുട്ടിന് ഇന്ന ഔട്ട്പുട്ട്. ഇഫ് എക്സ് ഈസ് an input, then y is an output. If x1 is an input, then if y1 is also, if x1 is an input, y1 is output. x2 is an input, y2 is an output. x3 is an input, y3 is an output. ഇങ്ങനെ നമ്മൾ ഒരു ഡേറ്റ സിസ്റ്റത്തെ ട്രെയിൻ ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ആസ്കിങ് ഇഫ് xm is an input, what is an output? എന്താണ്? നമ്മൾ സിസ്റ്റത്തെ കുറേ പാറ്റേണുകളെ പഠിപ്പിക്കുന്നു. എന്നിട്ടൊരു പുതിയ പാറ്റേൺ സിസ്റ്റത്തിന് കൊടുത്ത് നമ്മൾ സിസ്റ്റത്തെ ടെസ്റ്റ് ചെയ്യുന്നു. ഇതൊരു നോർമൽ ഭാഷയിൽ പറഞ്ഞ ഒരു മെഷീൻ ലേണിംഗ് ആണ്. പക്ഷേ when you are doing a training, if you are doing training, you should create data set. വേണമല്ലോ, നമുക്കൊരു ലേബിൾഡ് ആയ അല്ലെങ്കിൽ അനോട്ടേറ്റഡ് ആയ ഡേറ്റ സെറ്റ് വേണം. ലേബിൾഡ് ആയ അനോട്ടേറ്റഡ് ആയ ഡേറ്റ സെറ്റ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് എൻ്റെ ഒരു ഡേറ്റ സെറ്റ് ആണ്. Sentence 1, sentence 2, sentence 3, അങ്ങനെ 10 സെന്റൻസ് ഉണ്ട്. It may be English sentence, Malayalam sentence, Tamil sentence, Hindi sentence, whatever. And I am doing sentiment analysis. അതായത് ഞാൻ സിസ്റ്റത്തെ ഒരു 10,000 സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ട്രെയിൻ ചെയ്യുകയാണ്. After that, I want to get a trained model. It can predict whether the sentence is positive or negative. ട്രെയിൻഡ് മോഡൽ ഉണ്ടാക്കാൻ പോവാണ്. ആ മോഡല് സെന്റിമെന്റ് പ്രഡിക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അതിന് 10,000 സെന്റൻസുകൾ വെച്ച് ഞാൻ എന്റെ സിസ്റ്റത്തെ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം? ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് 10,000 സെന്റൻസുകളുള്ള ഒരു ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പല വീഡിയോസിൽ ഇനി കാണാം. പക്ഷേ ഡേറ്റ സെറ്റ് കിട്ടി, നമ്മൾ ഇതിനെ അനോട്ടേറ്റ് ചെയ്യുന്നു, അതായത് ലേബൽ ചെയ്യുന്നു. അതായത് ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ മാനുവലി എഴുതുന്നു. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സെന്റൻസ് 1 പോസിറ്റീവ് ആണ്, സെന്റൻസ് 2 നെഗറ്റീവ് ആണ്. ഇത് ഞാൻ സ്വന്തമായി കരുതുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്. നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മാത്രം കരുതൽ ഒരിക്കലും ഒരു റിസർച്ച് ഔട്ട്പുട്ട് ആവില്ല. നമുക്ക് അനോട്ടേഷൻ വേറൊരാളെ കൂടെ വെച്ച് ചെയ്യിക്കാം. സോ ഞാനിവിടെ 2 പേരെ വെച്ച് സെന്റൻസുകൾ അനോട്ടേറ്റ് ചെയ്യുകയാണ്. ഒരാൾ ഫസ്റ്റ് സെന്റൻസ് പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ നെഗറ്റീവ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സെന്റൻസ് ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും നെഗറ്റീവ് എന്ന് പറഞ്ഞു.
മൂന്നാമത്തെ സെന്റൻസ് ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും പോസിറ്റീവ് എന്ന് പറഞ്ഞു. നാലാമത്തെ സെന്റൻസ് രണ്ടുപേരും നെഗറ്റീവ് എന്ന് പറഞ്ഞു. അഞ്ചാമത്തെ സെന്റൻസ് രണ്ടുപേരും നെഗറ്റീവ് എന്ന് പറഞ്ഞു. ആറാമത്തെ സെന്റൻസ് രണ്ടുപേരും നെഗറ്റീവ് എന്ന് പറഞ്ഞു. ഏഴാമത്തെ സെന്റൻസ് ഫസ്റ്റ് പേഴ്സൺ പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോ സെക്കൻഡ് പേഴ്സൺ നെഗറ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ രണ്ട് അനോട്ടേറ്റേഴ്സും തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട് എന്ന് നമ്മൾ പറയും. So if they are annotated in a same way, then we will call it as agreement in between annotators. രണ്ടുപേരും ലേബൽ ചെയ്തത് രണ്ടായിട്ടാണെങ്കിൽ നമ്മൾ പറയും ഇവർ തമ്മിൽ ഡിസഗ്രിമെന്റ് ആണ് എന്ന്. ഓക്കെ, ഇനി ഇവരെത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് രണ്ടുപേരും അനോട്ടേറ്റ് ചെയ്തത്. ഇവര് തമ്മിലുള്ള ഒരു റിലയബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവര് തമ്മിലുള്ള ഒരു റിലയബിലിറ്റി എത്രയാണ് എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് കോഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കും. സോ ഒരു 0.8നും 1നും ഇടയിലാണ് എങ്കിൽ നമുക്ക് ഇവരിൽ അനോട്ടേറ്റ് ചെയ്ത ഡേറ്റ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം അത് പെർഫെക്റ്റ് എന്നാണ് മീനിങ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോ 0ക്കും 1നും ഇടയിലാണ് കോഹൻസ് കാപ്പ കോഎഫിഷ്യന്റിന്റെ വാല്യൂ. 0.8നും 1നും ഇടയിലാണെങ്കിൽ അനോട്ടേഷൻ ഒരു 85% ആക്യുറേറ്റ് ആണ് എന്നാണ്. അപ്പൊ നമുക്കിത് രണ്ടുപേര് വെച്ചല്ല, 5 പേരെയും 6 പേരെയും വെച്ച് ചെയ്യിക്കാം. ഇവരുടെ എല്ലാവരുടെയും തമ്മിലുള്ള കോഹൻസ് കാപ്പ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ സെറ്റ് പെർഫെക്റ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് അനോട്ടേറ്റ് ചെയ്താൽ പോകും. ഏറെയും ആൾക്കാരെ അനോട്ടേഷൻ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കോഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന്റെ കുറച്ച് മാത്തമെറ്റിക്കൽ വശമാണ് ഞാൻ പറയുന്നത്. ഇവിടെ എനിക്ക് രണ്ട് അനോട്ടേറ്റേഴ്സ് ഉണ്ട്, A1 A2. A1ഉം A2ഉം പോസിറ്റീവ് എന്ന് പറയുന്ന എത്ര സെന്റൻസുകളാണുള്ളത്? ഇവിടെ നോക്കൂ, A1ഉം A2ഉം പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ദെൻ ഇവിടെ രണ്ടാമത്തെ സെന്റൻസ് ഉണ്ട്, മൂന്നാമത്തെ സെന്റൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. A1 പോസിറ്റീവും A2 നെഗറ്റീവ് എന്ന് പറയുന്ന സെന്റൻസ്, ആദ്യത്തെ സെന്റൻസ് അങ്ങനെയാണ്, പിന്നെ ഏഴാമത്തെ സെന്റൻസ് അങ്ങനെയാണ്. അപ്പൊ രണ്ട് A1 നെഗറ്റീവും A2 പോസിറ്റീവ് എന്ന് പറയുന്ന സെന്റൻസുകൾ ഉണ്ടോ? അങ്ങനെ ഒരു സെന്റൻസ് ഇല്ല. A1 നെഗറ്റീവും A2 നെഗറ്റീവും എന്ന് പറയുന്ന സെന്റൻസ് 1, 2, 3, 4, 5. ഇതാണ് ഒരു മെട്രിക്സ് ക്രിയേഷൻ എഞ്ചിൻ. കോഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു മെട്രിക്സ് ആണ്. സോ ഈ മെട്രിക്സിൽ തന്നെ എനിക്ക് എഗ്രിമെന്റ് ഇവാലുവേറ്റ് ചെയ്യാം. The probability of agreement. So probability of agreement എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെയിം ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. A1 പോസിറ്റീവും A2 പോസിറ്റീവും ആയിട്ടുള്ളത് അവർ രണ്ടുപേരും എഗ്രിമെന്റ് ആയിരിക്കുന്നതാണ്. അത് 3 ആണ്. A1 നെഗറ്റീവും A2 നെഗറ്റീവും ആയിട്ടുള്ളത് 5 ആണ്. അപ്പൊ അതും അവർ തമ്മിൽ എഗ്രിമെന്റ് ആയിരിക്കുന്നതാണ്. അതായത് രണ്ടുപേരും ഒരുപോലെ അനോട്ടേറ്റ് ചെയ്ത സെന്റൻസുകളാണ്. അപ്പോ ഇവിടെ ഉള്ളതിൽ മൊത്തം 8 സെന്റൻസുകൾ രണ്ടുപേരും ഒരുപോലെ അനോട്ടേറ്റ് ചെയ്തതാണ്. അപ്പോ ആ 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെന്റൻസസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ആണ് എഗ്രിമെന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് 0.8 ആണ്. സോ 80% കറക്റ്റ് ആണ് എന്നൊരു മീനിങ്. ഇനി പോസിറ്റീവിന്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. പോസിറ്റീവിന്റെ പ്രോബബിലിറ്റി നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കൂ, പോസിറ്റീവ് A1 പോസിറ്റീവ് ആയിട്ടുള്ളത് 3ഉം 2ഉം ആണ്. A1ന് നേർക്കുള്ള പോസിറ്റീവ് A1 പോസിറ്റീവ് ആയിട്ട് ചെയ്തത് 3+2 ആണ്. A2 പോസിറ്റീവ് ആയിട്ട് എടുത്തത് 3ഉം 0ഉം ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പ്രോബബിലിറ്റി കിട്ടി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മൊത്തം പോസിറ്റീവിന്റെ പ്രോബബിലിറ്റി. നോക്കൂ, 3+2 by 10 into 3+0 by 10, അത് 0.15 എന്ന് കിട്ടും.
അതുപോലെ പ്രോബിലിറ്റി ഓഫ് നെഗറ്റീവ് എന്താണ്? A1 നെഗറ്റീവ് എന്ന് പറഞ്ഞതും A2 നെഗറ്റീവ് എന്ന് പറഞ്ഞതും. A1 നെഗറ്റീവ് എന്ന് പറഞ്ഞത് 5 ആണ്. സോ 5/10. ഇവിടെ 0 അല്ലേ? 0 + 5 5/10. Then A2 നെഗറ്റീവ് എന്ന് പറഞ്ഞത് 2 + 5/10. സോ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.35 കിട്ടും. സോ നോൺ ഡിസഗ്രിമെന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും സം ആണ് നോൺ ഡിസഗ്രിമെന്റ്. അപ്പോൾ എഗ്രിമെന്റ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സം ഓഫ് എഗ്രിമെന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്. അത് ഈ കേസിൽ നമുക്ക് 0.8 എന്ന് കിട്ടി. Then നോൺ ഡിസഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് കാറ്റഗറി പ്ലസ് പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് കാറ്റഗറി. സോ എത്ര ലേബൽ വേണമെങ്കിലും ആവാം. ഞാനിപ്പോ പോസിറ്റീവ് നെഗറ്റീവ് ലേബൽ മാത്രമാണ് എടുത്തത്. സോ 3 ലേബലോ മൾട്ടി ലേബൽ ഡേറ്റ സെറ്റോ നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നോൺ ഡിസഗ്രിമെന്റ് കിട്ടും. ഇനി കൊഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് ഫോർമുലയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് എഗ്രിമെന്റ് മൈനസ് പ്രോബിലിറ്റി ഓഫ് ഡിസഗ്രിമെന്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഡിസഗ്രിമെന്റ്. Probability of agreement minus probability of disagreement divided by 1 minus probability of disagreement. ഇവിടെ probability of agreement എത്രയാണ്? 0.8. Probability of disagreement എന്താണ്? 0.5 divided by 1 minus 0.5, that is 0.6. ഈ കേസിൽ നമുക്ക് കൊഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് കിട്ടിയത് എത്രയാണ്? 0.6 എന്നാണ്. ഇതാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ വശം. ഇതൊരു 10 സെന്റൻസുകൾ ആയതുകൊണ്ടാണ് ഇതിന്റെ ഒരു മെട്രിക്സ് വരച്ച് ഞാൻ ഈ കൊഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ചത്. പക്ഷേ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഇതിന് മുതിരുകയില്ല. നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും പാക്കേജുകൾ ഉണ്ടോ, അല്ലെങ്കിൽ whether we can implement, നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, how we can implement Cohen's kappa in Python. So I'm answering to that question. നോക്കൂ, ഇതാണ് എനിക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി. എങ്ങനെ എനിക്ക് പൈത്തണിൽ ഇംപ്ലിമെന്റ് ചെയ്യാം? ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. From sklearn.metrics, import Cohen underscore kappa underscore score. ഇതാണ് ഈ Cohen kappa score ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. From sklearn.metrics, import Cohen underscore kappa underscore score. ആ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്റെ ഈ ടേബിളിൽ, ഞാൻ നിങ്ങളെ നേരത്തെ PPT കാണിച്ച ടേബിളിൽ ഉള്ള അനോട്ടേറ്റഡ് 1ന്റെ പോസിറ്റീവ് നെഗറ്റീവും അനോട്ടേറ്റഡ് 2ന്റെ പോസിറ്റീവ് നെഗറ്റീവും ഞാനിവിടെ കൊടുക്കുന്നു. R1 R2. ഞാൻ A1 A2 എന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ അനോട്ടേറ്റഡ് 1 ആൻഡ് അനോട്ടേറ്റഡ് 2. ഓക്കെ, എന്നിട്ട് ആ രണ്ട് വാല്യൂവിനെയും ഞാൻ പാസ് ചെയ്യുകയാണ്. So I got the value as 0.64. So ഈ 0.6 എന്നാണ് എനിക്ക് ഇവിടെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തത്. ബട്ട് ഇത്രയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഈ ഒരു 2 ലൈനിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പൈത്തന്റെ ഇംപ്ലിമെന്റേഷൻ. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു സംശയം ഉണ്ടാകാം. എനിക്കുണ്ടായ സംശയമാണ്, നമ്മുടെ കയ്യിൽ ഒരിക്കലും 10 സെന്റൻസ് അല്ല ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ 10,000-ഓ 20,000-ഓ ഉള്ള 2 ഡേറ്റാ സെറ്റുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 10,000 ഉള്ള ഡേറ്റാ സെറ്റാണ് ഉണ്ടാവുക. അത് നമ്മൾ 3-ഓ 4-ഓ ആളുകളിൽ കൊടുത്ത് അനോട്ടേറ്റ് ചെയ്യുന്നു. അവർ അനോട്ടേറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിന്റെ കൊഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ഹൗ വി ക്യാൻ ഇംപ്ലിമെന്റ് ദാറ്റ്? അപ്പോൾ ഫയലുകൾ തമ്മിലുള്ള കൊഹൻസ് കാപ്പ കോഎഫിഷ്യന്റ് എങ്ങനെ ചെയ്യാം? അതിന് ഞാൻ ഈ ഒരു ലൈൻ പറയുന്നു. ഈ ഫ്രം sklearn.metrics import Cohen underscore kappa underscore score കഴിഞ്ഞിട്ട് നമുക്കറിയാം പാണ്ടാസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. മെഷീൻ ലേണിംഗിൽ പാണ്ടാസ് ലൈബ്രറി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫയലുകൾ, ഡേറ്റാ സെറ്റുകൾ, CSVകൾ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. 2 ഫയല് ഞാൻ റീഡ് ചെയ്തു.
രണ്ട് ഫയൽ ഞാൻ ഇവിടെ റീഡ് ചെയ്തു, DF1 ആൻഡ് DF2. ഈ DF1ലും DF2ലും എന്റെ ഔട്ട്പുട്ട് ലേബൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലേബൽ എന്ന് പറയുന്ന കോളത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് എന്റെ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് സെന്റൻസ്, ലേബൽ എന്ന് പറയുന്ന രണ്ട് കോളമാണ് എന്റെ ഡേറ്റാ സെറ്റിൽ ഉള്ളത്. ഫസ്റ്റ് സെന്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, സെക്കൻഡ് സെന്റൻസ് പോസിറ്റീവ്. അങ്ങനെ ഒരു 20,000 റോ ഉള്ള ഒരു ടേബിൾ ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ അത് ഞാൻ രണ്ട് ആൾക്കാരുടെ കൊടുത്ത് അനോട്ടേറ്റ് ചെയ്തു. രണ്ട് ഫയൽ ഉണ്ട്, ഓരോ ഫയലിലും 20,000 സെന്റൻസും ഉണ്ട്. അപ്പോൾ അതിലെ ഔട്ട്പുട്ട് കോളം എന്ന് പറയുന്നത് ലേബലാണ്. അപ്പോൾ DF1 എന്ന് പറയുന്ന data_anand എന്ന ഫയലിലെ ഔട്ട്പുട്ട് കോളവും DF2 എന്ന് പറയുന്ന data_dhanya എന്ന കോളത്തിലെ ടേബിളിലെ ഔട്ട്പുട്ട് കോളവും തമ്മിൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുത്തു. അതാണ് കോഹൻ കാപ്പ സ്കോർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കോഹൻ കാപ്പ സ്കോറിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഈ ഏരിയയിൽ റിസർച്ച് ചെയ്യുന്ന മലയാളികൾക്ക് എന്തായാലും ഉപയോഗപ്രദമാകും. തീർച്ചയായും ഇനിയും ഇങ്ങനെയുള്ള റിസർച്ച്, ചെറിയ ടിപ്സ്, ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ ചില ടോപ്പിക്കുകൾ അത് എൻ്റെ ഭാഷയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.